നമസ്കാരം. ലോകകപ്പ് വിശേഷങ്ങളും കാഴ്ചകളുമായി ഫുട്ബോളും ആരംഭിക്കുകയാണ്. ലോകകപ്പിൽ വളരെ നിർണായകമായിട്ടുള്ള മത്സരം നടക്കുകയാണ്. നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ സ്പാനിഷ് പട വിറച്ചുപോയതാണ് കേപ്പ് വെർഡെ എന്ന കുഞ്ഞൻ ടീമിന് മുന്നിൽ. ആ സ്പാനിഷ് ടീം ആ പോരാട്ട വീര്യം വീണ്ടെടുക്കാനായി അവരെ വിളിക്കുന്നത് കാളപ്പോരുകാരെന്നാണ്, കാളക്കൂറ്റന്മാരെന്നാണ്. ആ കാളക്കൂറ്റന്റെ കരുത്തറിയിക്കാൻ സ്പെയിൻ ഇന്ന് ഇറങ്ങുകയാണ് ലോകകപ്പിലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ. എതിരാളികൾ സൗദി അറേബ്യയാണ്. ആദ്യ മത്സരത്തിൽ കേപ്പ് വെർഡെയുമായി ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞതിനാൽ ഇന്നത്തെ മത്സരം സ്പെയിനിന് നിർണായകവുമാണ്. 9:30 ആണ് കിക്ക് ഓഫ്. ഇനി 12:30 തൊട്ടടുത്ത മത്സരം അതിശക്തരായിട്ടുള്ള ബെൽജിയം ഏറ്റുമുട്ടുകയാണ് മറ്റൊരു ഏഷ്യൻ രാജ്യവുമായി. ഇറാനാണ് ബെൽജിയത്തിന്റെ എതിരാളി. ആദ്യ മത്സരങ്ങളിൽ രണ്ടു ടീമിനും സമനില പൂട്ടായിരുന്നു. നോക്കൌട്ട് ഉറപ്പിക്കാൻ 3 പോയിന്റുകൾ അതുകൊണ്ട് തന്നെ നിർണായകവുമാണ്. ഇനി എച്ച് ഗ്രൂപ്പിലെ രണ്ടാം മത്സരം അത് യുറുഗ്വായും കേപ്പ് വെർഡെയും തമ്മിലാണ്. സ്പെയിനിനെ സമനിലയിൽ പിടിച്ചതിന്റെ ആത്മവിശ്വാസം ഉണ്ടാകും സ്വാഭാവികമായും കേപ്പ് വെർഡെയ്ക്ക്. 3:30 മത്സരം ആരംഭിക്കും. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ആരാധകർ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടമായിരിക്കും യുറുഗ്വൈ കേപ്പ് വെർഡെ മത്സരം. ഇനി 6:30 ഈജിപ്തും ന്യൂസിലൻഡും ഏറ്റുമുട്ടുന്നുണ്ട്. അത് വാൻകൂവറിലാണ് മത്സരം. ഈജിപ്ത് ന്യൂസിലൻഡ് പോരാട്ടം രാവിലെ 6:30. അർജന്റീന നാളെ ഇറങ്ങുകയാണ് വീണ്ടും. ആദ്യ മത്സരത്തിലെ ത്രസിപ്പിക്കുന്ന ജയത്തിന് ശേഷമാണ് നിലവിലെ ചാമ്പ്യന്മാർ നാളെ വീണ്ടും കളത്തിലേക്ക് എത്തുന്നത്. ഓസ്ട്രിയയാണ് മെസ്സിക്കും സംഘത്തിനും എതിരാളി. ഡാലസിലെ AT&T സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം ആരംഭിക്കും. അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾ തോൽപ്പിച്ച് ടൂർണമെന്റിലേക്കുള്ള വരവറിയിച്ച അർജന്റീന വൻ ആത്മവിശ്വാസത്തിലാണ്. ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ ഹാട്രിക് പ്രകടനമാണ് ആദ്യ കളിയിൽ ആരാധകരെ ആവേശത്തിലാഴ്ത്തിയത്. മികച്ച ഫോമിലുള്ള മെസ്സി തന്നെയാണ് അർജന്റീനയുടെ പ്രധാന കരുത്ത്. എമിലിയാനോ മാർട്ടിനസിന്റെ ഗോൾ കീപ്പിംഗ് മികവും റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും അടങ്ങുന്ന പ്രതിരോധ നിരയും കോച്ച് ലയണൽ സ്കലോണിക്ക് പൂർണ്ണ തൃപ്തി നൽകുന്നുണ്ട്. അൾജീരിയയെ പോലെ അർജന്റീനയ്ക്ക് അത്ര എളുപ്പമാകില്ല ഓസ്ട്രിയ. ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഓസ്ട്രിയൻ പട കടുത്ത വെല്ലുവിളി ഉയർത്താൻ കെൽപ്പുള്ളവരാണ്. കൗണ്ടർ അറ്റാക്കുകളിലൂടെ എതിരാളികളെ വീഴ്ത്തുന്ന ഓസ്ട്രിയൻ രീതിയെ പ്രതിരോധിക്കാൻ സ്കലോനി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും. ഗ്രൂപ്പിൽ 1-ാം സ്ഥാനം ഉറപ്പിച്ച് നോക്കൌട്ടിലേക്ക് മുന്നേറാൻ അർജന്റീനയ്ക്ക് ജയം അനിവാര്യമാണ്. നീലയും വെള്ളയും അണിഞ്ഞ ആരാധക ലക്ഷങ്ങൾ ഡാലസിലേക്ക് ഒഴുകിയെത്തും. മെസ്സി മാജിക്കും അർജന്റീനയുടെ വിജയക്കുതിപ്പും തുടരുമെന്ന പ്രതീക്ഷയോടെയാണ് ആൽബി സെലസ്റ്റിയുടെ വരവ്. അട്ടിമറി പ്രതീക്ഷയോടെയാണ് ഓസ്ട്രിയൻ സംഘം എത്തുന്നത്. റാങ്കിങ്ങിൽ 24-ാം സ്ഥാനത്തുള്ള ഓസ്ട്രിയ 2 തവണയാണ് അർജന്റീനയെ നേരിട്ടിട്ടുള്ളത്. 36 വർഷം മുമ്പ് 1-1 സമനിലയിൽ പിരിഞ്ഞ ശേഷം ആദ്യമായി എത്തുകയാണ് ഇരു ടീമും മുഖാമുഖം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഇന്നത്തെ ലോകകപ്പ് മത്സരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മത്സരം നടന്നത് ഇക്വഡോറും ക്യൂറസോവും തമ്മിലായിരുന്നു. ഇക്വഡോറിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു കളഞ്ഞു ക്യൂറസോവ. അങ്ങനെ ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ക്യൂറസോവ ഒരു പോയിന്റ് സ്വന്തമാക്കി. മത്സരത്തിലുടനീളം ഇക്വഡോർ ആക്രമണം അഴിച്ചുവിട്ടുവെങ്കിലും ക്യൂറസോവ ഗോൾ കീപ്പർ എലോയ് റൂമിന്റെ അമാനുഷിക പ്രകടനമാണ് ആ ടീമിന് രക്ഷയായത്. ആകെ 15 സേവുകളാണ് റൂം നടത്തിയത്. ലോകകപ്പ് മത്സരങ്ങളിലെ കൂടുതൽ സേവുകൾ എന്ന റെക്കോർഡ് റൂം അങ്ങനെ സ്വന്തം പേരിലാക്കി. ഇക്വഡോർ ക്യാപ്റ്റൻ എനർ വലൻസിയയുടെയും ഗോൺസാലോ പ്ലാറ്റയുടെയും ഗോളെന്നുറപ്പിച്ച നിരവധി മുന്നേറ്റങ്ങൾ റൂം തട്ടിയകറ്റി. രണ്ടാം പകുതിയിൽ പകരക്കാരനായെത്തിയ ജോഡി കെയ്സഡോവയുടെ ഹെഡർ പോസ്റ്റിൽ തട്ടിത്തെറിച്ചതും ഇക്വഡോറിന് തിരിച്ചടിയായി. ലോക ഫുട്ബോളിൽ പോയിന്റ് നേടി ക്യൂറസോവ ചരിത്രമെഴുതിയതോടെ അവരുടെ ആരാധകർ വലിയ ആവേശത്തിലാണ്. ഗോൾ കീപ്പർ എലോയ് റൂമിനാണ് ആ ആരാധകരുടെ പ്രശംസ മുഴുവൻ. അതേസമയം അപ്രതീക്ഷിത സമനിലയിൽ കടുത്ത നിരാശയാണ് ഇക്വഡോർ ആരാധകർക്ക്. കാൻസസ് സിറ്റിയുടെ തെരുവുകളിൽ ഇപ്പോൾ കരീബിയൻ സംഗീതത്തിന്റെ ലഹരിയാണ്. ലോകകപ്പ് കളിക്കുന്ന ഏറ്റവും ചെറിയ രാജ്യമെന്ന റെക്കോർഡുമായാണ് വെറും 1.5 ലക്ഷത്തോളം ജനസംഖ്യയുള്ള ക്യൂറസോവ എത്തിയത്. ആദ്യ മത്സരത്തിൽ ജർമ്മനിയോട് 1-7 ഗോളുകൾക്ക് തകർന്നടിഞ്ഞ ഇവർ ഇക്വഡോറിനെതിരെ ഇങ്ങനെയൊരു തിരിച്ചുവരവ് നടത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല. Half Curaçao is here. My boys are here, and we're loving it, man. Curaçao brings the vibe, the energy, the music, and today we got the points we deserve. ഇക്വഡോറിന്റെ 15 ഉറച്ച ഗോൾ ശ്രമങ്ങളാണ് ക്യൂറസോവോ കീപ്പർ എലോയ് റൂം തടുത്തിട്ടത്. ഒരു ലോകകപ്പ് മത്സരത്തിന്റെ 90 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ സേവുകൾ നടത്തുന്ന ഗോൾ കീപ്പർ എന്ന റെക്കോർഡ് 37-കാരനായ റൂമിന്റെ പേരിലായി.
കളിയുടെ 3-ാം മിനിറ്റിൽ ഇക്വഡോർ താരം എന്നർ വലൻസിയയുമായുള്ള 1-on-1 പോരാട്ടത്തിൽ റൂം നടത്തിയ വൺ ഹാൻഡ് സേവ് മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. It sounds really nice if you add it up like that, but I was not thinking about that during the game. But no, of course I knew it was a busy game, a lot of saves. A little bit annoyed that I don't have the record from Tim Howard because he had 16. But I think he was sweating in front of the TV because I was close. But no, it's unbelievable. And again, I cannot do it alone. I did it with the team and my defenders and the midfielder strikers. So we did it as a team. ലോകകപ്പിന് മുൻപ് തുടർച്ചയായ 19 മത്സരങ്ങളിൽ തോൽവി അറിയാതെ വന്ന ഇക്വഡോറിന് ഈ സമനില ഒരു വൻ തിരിച്ചടിയായി. 2 മത്സരങ്ങളിൽ നിന്ന് 1 പോയിന്റ് മാത്രമാണുള്ളത്. കോച്ച് സെബാസ്റ്റ്യൻ ബെക്കാസസെ ഇക്വഡോറിന്റെ സുവർണ തലമുറയെ നശിപ്പിക്കുന്നുവെന്ന ആരോപണവുമായി ആരാധകർ രംഗത്തെത്തി. You know what? It has to be completely changed, completely new players because the coach cannot do absolutely anything if the players are not playing. This is our golden generation. It's our golden generation and they're wasting it with that manager. Whatever they're doing, they're wasting it. This is our golden generation and we're doing nothing with it. ഗ്രൂപ്പ് ഇയിൽ നിന്ന് ജർമ്മനി നോക്കൌട്ട് റൗണ്ടിലേക്ക് യോഗ്യത നേടിക്കഴിഞ്ഞു. ഇനി ശേഷിക്കുന്ന ഒരു സ്ഥാനത്തിനായി അടുത്ത മത്സരത്തിൽ ക്യുറസോവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ കരുത്തരായ ജർമ്മനിയെയും നേരിടും. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ടുണീഷ്യക്കെതിരെ ജപ്പാൻ ഗംഭീരമായിട്ടുള്ള ജയമാണ് നേടിയത്. മറുപടിയില്ലാത്ത 4 ഗോളുകൾക്കാണ് ജപ്പാൻ ടുണീഷ്യയെ തകർത്തത്. അയാസെ ഉബേദ ഇരട്ട ഗോൾ നേടി. 4-ാം മിനിറ്റിൽ ഡായിച്ചി കമാഡയാണ് ജപ്പാന്റെ അക്കൗണ്ട് തുറന്നത്. 31-ാം മിനിറ്റിൽ അയാസെ ഉബേദയും 69-ാം മിനിറ്റിൽ ജൂനിയ ഇറ്റോയും സ്കോർ ചെയ്തു. കളി തീരാൻ 7 മിനിറ്റ് മാത്രമുള്ളപ്പോഴായിരുന്നു അയാസയുടെ 2ാമത്തെ ഗോൾ. ഗ്രൂപ്പ് എഫിൽ നെതർലൻഡ്സിന് പിന്നിലായി 2ാം സ്ഥാനത്തുണ്ട് ജപ്പാൻ ഇപ്പോൾ. അർജന്റീന എന്ന ഒറ്റ പാരഡി ഗാനം കൊണ്ട് വൈറലായ ഒരു മലയാളിയാണ് കാസർഗോഡ് നാലത്തിരക്ക സ്വദേശിയായിട്ടുള്ള മനോജ് കുമാർ. രാജ്യാന്തര തലത്തിൽ പോലും വൈറലാണ് മനോജിൻ്റെ റീലും പാട്ടും. അവിചാരിതമായി വൈറലായതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ലോകകപ്പ് കാഴ്ചകളിൽ ഫുട്ബോളത്തിൽ മനോജ്. അർജന്റീന 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 വേൾഡ് കപ്പ് അർജന്റീന മെസ്സി 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 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഇത്തവണ ഒരു മലയാളി ഒറ്റ പാട്ടിലൂടെയാണ് തൂക്കിയത്. നമ്മോടൊപ്പം അദ്ദേഹം തന്നെ ചേരുന്നു. മനോജാണ്, കാസർഗോഡ് സ്വദേശിയാണ്. എന്താണ് ഒരു ഒറ്റ പാട്ടിലൂടെ ഫുട്ബോൾ തൂക്കിയിരിക്കുന്നല്ലോ, എന്താണ് ഇപ്പോൾ തോന്നുന്നത്? എല്ലാവരോടും ആദ്യം നന്ദിയാണ് പറയുന്നത്. എന്നെ ഏറ്റെടുത്തിട്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് ജനങ്ങളാണ് ഞങ്ങൾക്ക് നന്ദി പറയും. ജനങ്ങളാണ് ഈ പാട്ടിൻ്റെ ഫുള്ള് ഏറ്റെടുത്തത് ജനങ്ങളായതുകൊണ്ട് ജനങ്ങളെ പാട്ടാണിത്. എൻ്റെ പാട്ടല്ല, ഞാൻ ചെയ്തെന്ന് മാത്രം. പക്ഷേ ജനങ്ങളെ ഇനിയും ഞങ്ങൾക്ക് നല്ല നല്ല സപ്പോർട്ട് വേണം. ഇത്രയും സപ്പോർട്ട് തന്ന ജനങ്ങളോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. എനിക്ക് എങ്ങനെ ഈ മീഡിയ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് എങ്ങനെ പറയണമെന്നൊന്നും അറിയുന്നില്ല. അത്രയും ഏറ്റെടുത്ത് എനിക്ക് ഭയങ്കര ഫീലിംഗ് ഉണ്ട്. എന്തെങ്കിലും ഇത്രയും സ്നേഹം എല്ലാ ജനങ്ങൾക്ക് എൻ്റെ പാട്ടിന് തന്നല്ലോ. അതന്നെ. അതുപോലെ ജപ്പാന്, അമേരിക്കയിലും വൈറലായി, പിന്നെ ദുബായിൽ വൈറലായി. എല്ലാം പറയും. ഓരോ രാജ്യത്തും ജപ്പാനും മണിപ്പൂരും ബംഗ്ലാദേശും എല്ലാ സ്ഥലത്തും പറയാൻ പറ്റുന്നില്ല. വേൾഡ് വൈനായി. ഞാൻ എപ്പോഴും പറയും വേൾഡ് ഫേമസ് മനോജ് കുമാറാണ് സ്വന്തം പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും. പിന്നെ ആരും കാണാം. അപ്പോൾ അതിലും മെൻ്റൽ എന്ന് പറയുന്നത് അതെല്ലാം ഞാൻ സന്തോഷമായിട്ട് അതിൻ്റെ ആഹാരമായിട്ട് എടുക്കുന്നത്. ഈ നെഗറ്റീവ് വരുന്നെല്ലാം പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഒന്നും നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല. പക്ഷേ അതിലേക്ക് വിശദമായി വരാം. അതിനുമുമ്പ് എന്താണ് അർജന്റീനിയൻ ടീം ഇങ്ങനൊരു പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം? എൻ്റെ വായിൽ ആദ്യം വന്ന അർജന്റീന വന്നു. അതുകൊണ്ട് അർജന്റീനനെ വെച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ തോന്നി. ഞാൻ അപ്പം തന്നെ 1 ചില്ലാനും അധികം ഉണ്ട്. ആ പാട്ട് അധികം ഞാൻ പോസ്റ്റ് ചെയ്യും. പക്ഷേ ആ പകുതി മാത്രം ഞാൻ അതിൽ സെലക്ട് ചെയ്ത് അത്ര മാത്രം ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ടതാണ്. അതുകൊണ്ട് എല്ലാവർക്കും പാടാൻ പറ്റുന്ന, ആരും ബയ്യാട്ടൊന്നും പഠിക്കാണ്ട് വെച്ചാൽ ഒരു ടൈക്കിൽ എല്ലാവർക്കും പാടാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് വളരെയേറെ ഏറ്റെടുത്ത് എല്ലാവരും വായിലും കാറിലും പോകുന്നവരും കുഞ്ഞോളും ട്രാവലും എല്ലാത്തിലും ഈ പാട്ടാണ് ഇപ്പോൾ. അതുകൊണ്ട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒന്നും പറയാനില്ല ഇനി. നമുക്ക് ഇത് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് നമ്മളെല്ലാം കേട്ടത്. ഏതായാലും ന്യൂസ് 18 പ്രേക്ഷകർക്കായി മനോജ് ഭായി നേരിട്ട് ആ പാട്ടൊന്ന് 2 പേരും.
അർജന്റീന 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 വേൾഡ് കപ്പ് അർജന്റീന അടീന 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 മെസ്സി 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 അർജന്റീന 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 വേൾഡ് കപ്പ് അർജന്റീന അടീന 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 മെസ്സി 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 ഓക്കെ. ഓഹോ, ഇതിപ്പോ ഈ പാട്ട് ഈ വലിയ ഹിറ്റായി, ആരെങ്കിലും വിളിച്ചിരുന്നോ? അത് കാരണം പാർവതി രൂപത്ത് ഉൾപ്പെടെ ഇതിന് നൃത്തച്ചുവട് വെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ആരെങ്കിലും വിളിച്ചിരുന്നോ ഈ ഒരു പ്രഗത്ഭരായ ആൾക്കാർ? ആരെങ്കിലും പ്രഗത്ഭര് ആരും വിളിച്ചിട്ടില്ല. പിന്നെ ഓൾറെഡി ഇവർ ചെയ്തല്ലോ, അതന്നെ വളരെയേറെ സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വേൾഡ് കപ്പ് അർജന്റീന ജയിക്കണം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം, അല്ലെങ്കിൽ കടുത്ത ആരാധകനാണോ അർജന്റീനയുടെ? എല്ലാവരോടും ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നെയുള്ളൂ. എല്ലാവരും പാട്ടുണ്ടാക്കും. അങ്ങനെ ഞാൻ ഇനിയിപ്പോൾ ഒരാഴ്ചയിൽ 48 പാട്ട് ഒന്നിച്ചുണ്ടാക്കുന്നുണ്ട്. എല്ലാ രാജ്യത്തിൻ്റെ പാട്ട് 48 ഫുട്ബോൾ കളിക്കുന്ന രാജ്യത്തിൻ്റെ എല്ലാം പാട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. വെയിറ്റിംഗ്. അപ്പോൾ നെയ്മർ, മെസ്സി, റൊണാൾഡോ, എംബാപ്പെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൂടുതൽ പാട്ടുകൾ ഇപ്പോൾ കേൾക്കണോ എന്നുള്ള പാട്ടിലൊക്കെ വലിയ ഹിറ്റാണ് നിങ്ങൾ ഈ പാട്ടല്ലാതെ. അതിൻ്റെ ഒരു 2 പേര് കൂടി കേൾക്കണോ പ്രിയ കൂട്ടരെ, എംബാപ്പൻ സൂപ്പറാണ്, എംബാപ്പൻ സൂപ്പറാണ്, കപ്പ് വേൾഡ് കപ്പ് ഫിഫ കപ്പ് വേൾഡ് കപ്പ് ഫിഫ എംബാപ്പൻ സൂപ്പറാണ്, എംബാപ്പൻ സൂപ്പറാണ്. കളി കാണാൻ വേണ്ടി കാണികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ടൈമൊക്കെ പറഞ്ഞുകൊണ്ടൊരു പാട്ട് പാടാറുണ്ടോ? അങ്ങനെ ഒരു പാട്ടും കൂടെ അങ്ങനത്തെ ഒരു സിനിമ പാട്ട് മതിയില്ലേ? നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്തുവെച്ച് രക്ഷകനെ സംഭാരകനെ, അണ്ണൻ വന്നവനെ നിന്നവനെ, ഭയമേ മാറിപ്പോനി അണ്ണൻ വന്നാൽ കുമ്പിട്ടുന്നില്ലേ, ഇരട്ടി സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ചൊല്ലി, ഇവനെ തഴുകാനായി എന്നും ജനത്തിരക്ക്, കാലം കടുത്ത് വെച്ച സ്വർഗം പോലും അണ്ടർ വേൾഡ്. ഓക്കെ. ഓഹോ, എന്താണ് ഇങ്ങനെ ഒരു കുറേ കാലമായോ ഈ പാട്ടുമായി രംഗത്ത് വരുന്നത്? ഇൻസ്റ്റാഗ്രാമിൽ സജീവമാണോ? എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്? താല്പര്യം കൊണ്ട് ഞങ്ങൾക്ക് പല രീതിയിൽ ഡാൻസ്, പാട്ട് എല്ലാത്തിലും താല്പര്യം. ഞങ്ങൾക്ക് എന്തെല്ലാം താല്പര്യം തോന്നുന്നു അതെല്ലാം ഞാൻ ചെയ്യും. എല്ലാത്തിലും താല്പര്യം കൊണ്ട് അതിനെ ഞാൻ ആഹാരമാക്കിയിട്ട് ഞാൻ സമയം കണ്ടെത്തിയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ വൈറലായി, ശരിയാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ താങ്കളെ എതിർക്കുന്ന വലിയൊരു വിഭാഗവും രംഗത്ത് വരുന്ന കാണുന്നുണ്ട്. അതെന്ത് പറഞ്ഞാൽ അവർ ആ നെഗറ്റീവിൽ എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നല്ലോ, ആ സപ്പോർട്ടിനാണ് താങ്ക് യു പറയുന്നത്. അതാണ് ഞാൻ അതിൽ എടുത്തതാണ്. ഇനിയും അതിനെ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ വീണ്ടും അങ്ങോട്ട് ഷെയർ ആക്കിക്കൊണ്ടിരിക്കും. അതെ, ശരി. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ടീമിൻ്റെ ഒരു പാട്ടും കൂടെ പ്രേക്ഷകർക്കായി. ബ്രസീല് നെയ്മറെ ബ്രസീല് നെയ്മറെ അങ്ങോട്ട് പോകുന്നു നെയ്മറെ ബ്രസീല് നെയ്മറെ. പറങ്കിപ്പടിയുടെ നായകനായി CR ഉണ്ട് മുന്നിൽ. പറങ്കി ഫാൻസിന് സന്തോഷിക്കാൻ ടീമും മൊത്തം സെറ്റാ മതി. ഇനിയിപ്പോൾ എന്താണ് കാര്യമായിട്ട് ആഗ്രഹം? എനിക്കൊരു 5 കാര്യമുണ്ട്. 4 പറഞ്ഞാൽ, ഒന്ന് എൻ്റെ എപ്പോഴും പിക്ചറാണ്. ഞാൻ കുറേ വർഷങ്ങളായി. ഒന്ന് മുഖ്യമന്ത്രി നമ്മളെ സ്റ്റേറ്റിലത്തെ VD സതീശൻ സാറിന്, പിന്നെ പ്രധാനമന്ത്രിനെ കാണണം പറഞ്ഞു നരേന്ദ്രമോദി സാറിന്, പിന്നെ അതുപോലെ തന്നെ ലാലേട്ടനെ, പിന്നെ മെസ്സിനെ മെയിനായിട്ട് കാണണം. അപ്പോൾ എന്നെ ഇത്രയും ഏറ്റെടുത്തത് ജനങ്ങൾ മെസ്സിനെ ഇഷ്ടപ്പെടുന്നു. എന്നെ ഇഷ്ടപ്പെട്ടതിൽ മെസ്സി എന്തായാലും കാണണം. പിന്നെ 5ാമത്തെ കാര്യം ബിഗ് ബോസിലേക്ക് പോകണമെന്ന് ആഗ്രഹം. ഇപ്പോൾ നമ്മളിപ്പോൾ അർജന്റീനിയൻ ടീമിനെയാണ് ഇപ്പോൾ പാട്ട് ഹിറ്റായിട്ടുള്ളത്. ആര് കപ്പ് തൂക്കുന്നാണ് മനോജ് ഭായി പറയുന്നത്? അർജന്റീന തന്നെ ജയിക്കണം എന്നാണോ ആഗ്രഹിക്കുന്നത്? അർജന്റീന ജയിച്ചാൽ പിന്നെ നമുക്ക് വീണ്ടും കത്തും. അർജന്റീന ജയിക്കണം, എല്ലാം ടീം ജയിക്കണം അല്ലേ, എല്ലാം ജയിക്കുമല്ലോ. പക്ഷെ അർജന്റീനയും ജയിക്കണം, പോർച്ചുഗലും ജയിക്കണം, ബ്രസീൽ ജയിക്കണം, എല്ലാം ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരുപോലെയാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ നെയ്മർ, മെസ്സി, റൊണാൾഡോ, എംബാപ്പെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നമുക്ക് ഈ ഫുട്ബോൾ അല്ലാതെ മറ്റേതെങ്കിലും ഒരു പാട്ടിൻ്റെ 2 പേര് പ്രേക്ഷകർക്കായി. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു പാട്ട്, ആദ്യം വൈറലായ ഒരു പാട്ടുണ്ട്, അത് 2 പേര് പാടാം. കണ്ടിനാ കേട്ടിനാ മിണ്ടിനാ പോയിനാ പറഞ്ഞിനാ വന്നിനാ തിന്നിനാ, കണ്ടിനാ കേട്ടിനാ മിണ്ടിനാ പോയിനാ പറഞ്ഞിനാ വന്നിനാ തിന്നിനാ, മൊബൈൽ നോക്കിനാ മൊബൈൽ കണ്ടിനാ മൊബൈൽ തിന്നിനാ, വാട്സപ്പ് നോക്കിനാ വാട്സപ്പ് കണ്ടിനാ, ഫേസ്ബുക്ക് നോക്കിനാ, ബസ്സിലേ പോയിനാ, കാറിലെ വന്നിനാ ആന. ഇനിയിപ്പോൾ അവസാനമായി ഒരു ന്യൂസ് 18 ഫുട്ബോളം പരിപാടിക്ക് ഡെഡിക്കേഷനായിട്ട് ഒരു പാട്ട് മനോജൻ ഭായി. കേൾക്കണോ പ്രിയ കൂട്ടരെ,
ന്യൂസ് 18 സൂപ്പറാണ്, എൽദയും സൂപ്പറാണ്, ഫുട്ബോളും സൂപ്പറാണ്, ന്യൂസ് 18 സൂപ്പറാണ്, ക്യാമറമാനും ക്യാമറയും നമ്മുടെ പിടിക്കുന്ന ആള് സൂപ്പറാണ്, ക്യാമറ എടുക്കുന്ന ആളും സൂപ്പറാണ്. കേൾക്കണോ പ്രിയ കൂട്ടരെ, ന്യൂസ് 18 സൂപ്പറാണ്, എൽദയും സൂപ്പറാണ്, ഫുട്ബോളും സൂപ്പറാണ്, എല്ലാവരും അടിപൊളിയാണ്. ഓക്കെ, ഓഹോ. എന്തായാലും ഒറ്റ പാട്ട് കൊണ്ട് തന്നെ മനോജ് ഭായ് ഇപ്പോൾ വലിയ മില്യൺ വ്യൂവേഴ്സിലേക്കാണ് എത്തിയത്. ഈ മേഖലയിൽ തന്നെ സജീവമായി പുതിയ പാട്ടുകളുമായി രംഗത്ത് ഇറങ്ങാൻ തന്നെയാണ് മനോജ് ഭായിയുടെ തീരുമാനം. അതോടൊപ്പം പുതിയ പാട്ടുകൾ അദ്ദേഹം ഇപ്പോൾ അണിയറയിലാണ്, അതും ഉടൻ പുറത്തിറങ്ങുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതും. കാസർഗോഡ് നിന്നും KV ബൈജു, ന്യൂസ് 18. ഫുട്ബോൾ തുടരുകയാണ്. 15 വർഷം മുമ്പ് ബോസ്നിയൻ ബാൻഡായിട്ടുള്ള ഡ്യൂബിയോസ കൊളക്റ്റീവ് പുറത്തിറക്കിയ ഒരു USA എന്നുള്ള ഗാനം, അത് ഇപ്പോൾ ഈ ലോകകപ്പെത്തിയപ്പോൾ വലിയ തോതിൽ വൈറലാണ്. കുടിയേറ്റത്തെക്കുറിച്ചുള്ള ഒരു ആക്ഷേപഹാസ്യ ഗാനമായി ഇറക്കിയതാണ് അന്ന്. പക്ഷേ ഇപ്പോൾ ബോസ്നിയയുടെ ഫുട്ബോൾ ആൻഡമായി, ഫുട്ബോൾ ഗാനമായി അത് മാറിയിരിക്കുകയാണ്. ഐ ആം ഫ്രം ബോസ്നിയ, ടേക്ക് മീ ടു അമേരിക്ക എന്ന് അന്ന് എഴുതിയത് മെച്ചപ്പെട്ട ജീവിതത്തിനായി അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെ കുറിച്ചാണ്. തൊഴിലില്ലായ്മയും രാഷ്ട്രീയ പ്രതിസന്ധിയും നിലനിൽക്കെ വിദേശത്തേക്ക് പറക്കാൻ ശ്രമിക്കുന്ന യുവത്വത്തെക്കുറിച്ച്. ബോസ്നിയൻ ബാൻഡായ ഡ്യൂബിയോസ കൊളക്റ്റീവാണ് പിന്നിൽ. ഇറ്റലിക്കെതിരായ പ്ലേ ഓഫ് ജയത്തിലൂടെ ലോകകപ്പിന് യോഗ്യത നേടിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. രാഷ്ട്രീയ ഭിന്നതയും അശാന്തിയും നിറഞ്ഞ ഒരു രാജ്യത്തിന് ആ വിജയം വലിയൊരാശ്വാസമായിരുന്നു. അമേരിക്ക പ്രധാന ആതിഥേയരാകുന്ന ടൂർണമെന്റിന് മുമ്പായി പുതിയ വരികളോടെ ഡ്യൂബിയോസ കൊളക്റ്റീവ് ഈ ഗാനം വീണ്ടും പുറത്തിറക്കി. ടീമിന് പിന്തുണയുമായി ലോകകപ്പ് വേദിയിലേക്ക് പോകുന്ന ആരാധകർക്ക് ഈ ഗാനം അങ്ങനെ ആവേശമായി മാറി. സോഷ്യൽ മീഡിയയിൽ ആവർത്തിച്ച് അവർ അത് പങ്കുവച്ചു. അണിയറക്കാർ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള സ്വീകാര്യതയാണ് ഗാനത്തിന് സ്വന്തമാകുന്നത്. വെൽക്കം ഡെസ്ക്, ന്യൂസ് 18. ഇനി വടക്കേ അമേരിക്കയിൽ ലോക ഫുട്ബോൾ ഇങ്ങനെ ആവേശം കൊടുമുടിയേറി നിൽക്കുമ്പോൾ കാനഡയിലെ വാൻകൂവറിൽ നിന്നുള്ള വേറിട്ടൊരു ഫുട്ബോൾ കഥയിലേക്കാണ്. ഐസ് ഹോക്കിയെ പ്രാണനായി കാണുന്നവരാണ് കാനഡക്കാർ. അവരുടെ ഇടയിലേക്ക് ഫുട്ബോൾ ആവേശവുമായി എത്തിയ ഒരു ഇറ്റലിക്കാരനുണ്ട്, ഫെറൂസിയോ സൂസിൻ. വാൻകൂവറിലെ ഈസ്റ്റ് ഹാസ്റ്റിംഗ് സ്ട്രീറ്റിൽ അരനൂറ്റാണ്ടായി ഫുട്ബോൾ പ്രേമികളുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് ഫെറൂസിയോയുടെ നോർത്ത് അമേരിക്ക സ്പോർട്സ് എന്ന ആ സ്ഥാപനം. വയസ്സിൽ ഇറ്റലിയിൽ നിന്നും കാനഡയിലേക്ക് കുടിയേറിയതാണ് ഫെറൂസിയോ സൂസിൻ. 1976-ൽ സ്കീ ബോട്ട് വിൽക്കുന്ന കടയായാണ് ബിസിനസ് തുടങ്ങുന്നത്. എന്നാൽ തുടർച്ചയായ 2 വർഷം മഞ്ഞുവീഴ്ച കുറഞ്ഞതോടെ ബിസിനസ് തകർന്നു. അങ്ങനെയാണ് സൂസിൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടം നടത്തിയത്. 1978-ൽ അദ്ദേഹം കച്ചവടം ഫുട്ബോൾ സാമഗ്രികളിലേക്ക് മാറ്റി. വാൻകൂവർ വൈറ്റ് ക്യാപ്സ് ഫുട്ബോൾ ക്ലബിന്റെ ടിക്കറ്റ് കൗണ്ടറിന് മുന്നിലെ നീണ്ട ക്യൂ കണ്ടാണ് സൂസിൻ ഈസ്റ്റ് ഹാസ്റ്റിംഗ്സിലേക്ക് തന്റെ കട മാറ്റിയത്.
പിന്നീട് വൈറ്റ് ക്യാപ്സ് ക്ലബ് ഗ്ലാസ് ടൗണിലേക്ക് മാറിയപ്പോൾ അവരുടെ ഓഫീസ് തന്നെ സൂസിൻ സ്വന്തമാക്കി. കാനഡയിൽ നിന്ന് ഏറ്റവും വേഗത്തിൽ വളരുന്ന കായിക വിനോദമാണ് ഫുട്ബോൾ. വാൻകൂവറിലേക്ക് കുടിയേറിയ പല രാജ്യക്കാർക്ക് തങ്ങളുടെ വേരുകളിലേക്കുള്ള പാലമാണ് ഈ സ്പോർട്സ് കട. Soccer has been around for a long time here in Vancouver, and the immigrants that came were good soccer players, and therefore they built soccer in Vancouver. It's always been a hub. Vancouver, or the Greater Vancouver, is a mixture of immigrants, and they like their roots. They keep their tradition. We try to cater to that, and they want you to cater to that. അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായി ലോകകപ്പിന് വേദിയാകുമ്പോൾ സൂസിന്റെ കടയിലേക്ക് എത്തുന്നവരുടെ എണ്ണവും ഇരട്ടിയായി. ഈ ലോകകപ്പ് കാനഡയിൽ വലിയൊരു ഫുട്ബോൾ വിപ്ലവത്തിന് കാരണമാകുമെന്നാണ് ഈ 70-കാരന്റെ പ്രതീക്ഷ. ലോകകപ്പ് കാണാനെത്തുന്ന ആരാധകർ ജീവിതകാലം മുഴുവൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരായി മാറുമെന്നാണ് സൂസിന്റെ പ്രതീക്ഷ. I have to say that there's soccer players and then there's people that love soccer. So they're not all soccer players. Therefore, those people that with the World Cup coming now have sort of raised their attention about it, so they become more enthused about it, and hopefully they remain soccer fans for life. കളിക്കളത്തിൽ താരങ്ങൾ പന്ത് തട്ടുമ്പോൾ സ്റ്റേഡിയത്തിന് പുറത്ത് ഫുട്ബോൾ എന്ന വികാരത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഫെറൂസിയോ സൂസിനെ പോലെയുള്ള മനുഷ്യരാണ് ഈ കളിയുടെ യഥാർത്ഥ താരങ്ങൾ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഫുട്ബോൾ വെറും ഒരു കളിയല്ല, അതൊരു വികാരമാണ്. ആ വികാരത്തിന് അല്പം ലഹരിയും മധുരവും ഒക്കെ നൽകുന്ന ഒന്നാണ് ഈ ഫുട്ബോളിലെ ബിയർ കൾച്ചർ, ബിയർ സംസ്കാരം. ലോകകപ്പ് ഗാലറികളിൽ ഒരു കൈയിൽ ടീമിന്റെ പതാകയും മറുകൈയിൽ ഒരു ഗ്ലാസ് തണുത്ത ബിയറുമായി നിൽക്കുന്ന ആരാധകരുടെ ദൃശ്യം ഫുട്ബോൾ പ്രേമികൾക്ക് പുതുമയുമല്ല. ഫുട്ബോളും ബിയറും തമ്മിലുള്ള ഈ ബന്ധത്തിന് ദശകങ്ങളുടെ പഴക്കവും. യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലുമൊക്കെ കളി തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ പബ്ബുകളും സ്റ്റേഡിയം പരിസരങ്ങളും ആരാധകരെ കൊണ്ട് നിറയും. അവിടെ ഒഴുകുന്ന ബിയർ കേവലം ഒരു പാനീയമല്ല, മറിച്ച് അപരിചിതരായ മനുഷ്യരെ പോലും ഒന്നിപ്പിക്കുന്ന വലിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാധ്യമമാണ്. വിജയം ആഘോഷിക്കാനും പരാജയത്തിന്റെ സങ്കടം പങ്കുവയ്ക്കാനും ഫുട്ബോൾ ആരാധകർക്ക് ബിയർ വേണം. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിൽ സ്റ്റേഡിയങ്ങളിൽ ബിയർ നിരോധിച്ചപ്പോൾ ആരാധകർ പ്രകടമാക്കിയ നിരാശ നമ്മൾ കണ്ടതാണ്. ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇക്വഡോർ ഈ ലോകകപ്പ് സമയത്ത്. ദേശീയ ടീമിന് പരമാവധി പിന്തുണ ഉറപ്പാക്കാൻ ലോകകപ്പ് തീരുന്നതുവരെ രാജ്യത്ത് ബിയറിന്റെ വില 20% സർക്കാർ കുറച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ഡാനിയൽ നോബോവയാണ് ഈ താൽക്കാലിക നികുതി ഇളവ് പ്രഖ്യാപിച്ചത്. രാജ്യത്തെ റെസ്റ്റോറന്റുകൾക്കും ബാറുകൾക്കും ബിസിനസ് വർദ്ധിപ്പിക്കാനും ആരാധകർക്ക് കൂടുതൽ ആവേശത്തോടെ കളി ആസ്വദിക്കാനും ഈ തീരുമാനം സഹായിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത്. ശരിയാണ്, വില കുറഞ്ഞ ബിയർ കൊണ്ട് രാജ്യത്തെ മറ്റ് പ്രതിസന്ധികൾ മാറില്ലായിരിക്കാം. എങ്കിലും ഫുട്ബോളിനെ ജീവശ്വാസമായി കാണുന്ന ഒരു ജനതയ്ക്ക് ഈ ലോകകപ്പ് കാലത്ത് തങ്ങളുടെ ടീമിനെ ആർത്തു വിളിച്ച് പിന്തുണയ്ക്കാൻ ഇതിലും വലിയൊരു സമ്മാനം വേറെന്തുണ്ട്? എന്തായാലും ഇക്വഡോറിലെ ആരാധകർ ഇപ്പോൾ ഡബിൾ ഹാപ്പിയാണ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. അപ്പോൾ ഇത്തരം കാഴ്ചകളുമായി ഫുട്ബോളും വീണ്ടും നാളെ എത്തും രാവിലെ 7:40. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.